ഇതാ രാജ്യത്തിന്റെ മുന്നിൽ നമ്പർ 1. ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെങ്കിൽ ഈ ഇവിടുത്തെ ജനപ്രതിനിധികളും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ചികിത്സയ്ക്ക് വിദേശത്ത് പോകുന്നതിന് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി. മന്ത്രി തന്നെ പറഞ്ഞു സിസ്റ്റം മുഴുവൻ പോയി. ഉപകരണക്ഷാമം സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്നും സർക്കാർ ആശുപത്രികളെ അടച്ചാക്ഷേപിക്കരുതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. അപ്പൊ സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രധാനമായും തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളിൽ അതില് നമുക്കൊരു പെട്ടെന്ന് ഒരു എക്യുപ്മെന്റ് വാങ്ങാൻ പറ്റില്ല. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സിസ്റ്റത്തെ പഴിക്കുന്ന ആരോഗ്യമന്ത്രി സത്യത്തിൽ വളരെ പരിഹാസ്യമായ പ്രതികരണം തന്നെയായിരുന്നു. നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ പരിമിതികളിൽ വീർപ്പുമുട്ടുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തിരുവനന്തപുരത്തെ SAT ആശുപത്രി. ചികിത്സാ പിഴവിനെ തുടർന്ന് 17കാരന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതായി പരാതി ഉയർന്നു. പാലക്കാട്ട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ജില്ലാ ആശുപത്രിക്കുണ്ടായത് ഗുരുതര വീഴ്ച. ലോകമാകെ അപൂർവ രോഗമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മാരകവ്യാധി കേരളത്തിൽ നിസ്സേന എന്നോണം റിപ്പോർട്ട് ചെയ്യുന്നു. അണുമുക്തമാക്കാത്ത ജലസ്രോതസ്സുകളിൽ നിന്ന് പകരുന്ന ഈ രോഗം ബാധിച്ച് പൊതുജനാരോഗ്യ കാര്യത്തിൽ ഏറെ മുന്നിലെന്ന് അഭിമാനിക്കുന്ന ഒരു നാട്ടിൽ 10 ദിവസങ്ങൾക്കിടെ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. പണ്ട് VS പറഞ്ഞതുപോലെ ആരാണോ സിൻഡിക്കേറ്റിനെ കുറ്റപ്പെടുത്തുന്നത് അവർ തന്നെ സിൻഡിക്കേറ്റിനെ ആശ്രയിക്കുന്നു എന്ന് തിരിച്ചുകൊണ്ട് VS പറഞ്ഞ വാക്കുകളെ ഇപ്പോഴും ഓർമ്മയുള്ളൂ. ആരാണോ സിസ്റ്റത്തെ പഴിക്കുന്നത് അവർ തന്നെയാണ് ഇപ്പോഴും ഈ സിസ്റ്റം വളർത്തിയെടുക്കുന്നതും ആ സിസ്റ്റത്തെ ആശ്രയിക്കുന്നതും.